ഫ്രണ്ട് ലൈനിൽ അദ്ദേഹം എഴുതിയിരുന്ന കോളത്തിന് അക്കാലത്ത് ഒരു കോളത്തിന് 5000 രൂപ ഫ്രണ്ട് ലൈൻ കൊടുക്കുമായിരുന്നു. ആ പണം അദ്ദേഹം AKG സെന്ററിലേക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ നമ്മളൊരു കൃതിയിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. ഒന്നാമത്തെ അധ്യായം തന്നെ മനുഷ്യരെ ആകമാനം പുറത്താക്കുന്ന മട്ടിൽ എഴുതിയിട്ട് ബാക്കി ഒരുവിധപ്പെട്ട ആളൊന്നും പിന്നീട് ഒരു പേജും വായിക്കൂല. മലബാർ കലാപം ഒരു ഘട്ടം പിന്നിട്ടതോടെ ഇതിനെ ലഹളയായി മുദ്ര കുത്തുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വീക്ഷണത്തെ അതേപടി അംഗീകരിച്ചുകൊണ്ട് തുടർന്നത് പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകില്ല എന്നതുകൊണ്ട് EMS ഏറ്റവും മൗലിക രചന എന്ന നിലയിൽ കണക്കാക്കുന്നത് അദ്ദേഹം 1960കളിൽ ഇംഗ്ലീഷിൽ എഴുതിയ ഇന്ത്യയുടെ സമ്പദ്ഘടനയെയും ഭാവിയെയും കുറിച്ചുള്ള സുപ്രധാനമായ ഒരു കൃതിയാണ്. അതിന് മലയാള വിവർത്തനം വന്നത് ഈ സമീപകാലത്താണ്. ആ കൃതി അദ്ദേഹം പിന്നീട് പ്രസിദ്ധീകരിക്കേണ്ടായില്ല. അതേക്കുറിച്ച് EMS പറഞ്ഞൊരു കാര്യം, പ്രസ്ഥാനത്തിനകത്ത് പരസ്പര വിരുദ്ധമായ വീക്ഷണങ്ങൾ നിലനിന്നൊരു കാലത്ത് എന്റെ തന്നെ സ്വയം വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ എഴുതി തയ്യാറാക്കിയ ഒന്നാണ് ആ കൃതി. അത് ആ ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടെങ്കിലും തുടർന്നത് പ്രസിദ്ധീകരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകില്ല എന്നതുകൊണ്ട് ആ കൃതി താൻ പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച കാര്യം EMS പറയുന്നുണ്ട്. താൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതിയ ഒരുപക്ഷെ PGയെ പോലെ ഒരാൾ തന്നെ EMS ഏറ്റവും മൗലികമായ കൃതി എന്ന് വിശേഷിപ്പിച്ച ആ കൃതി തന്നെ തുടർന്ന് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് കരുതുന്ന മട്ടിൽ EMS വീക്ഷണങ്ങൾ പ്രസ്ഥാനത്തിന്റെ വീക്ഷണങ്ങളോട് താദാത്മ്യപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് EMS മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു സൈദ്ധാന്തികൻ എന്ന നിലയ്ക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്കും അടിമുടി പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഇണങ്ങാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ തൻ്റെ ജീവിതത്തിന്റെ, അത് തൻ്റെ തന്നെ സൈദ്ധാന്തിക ആലോചനകളാണെങ്കിൽ പോലും അവയെ നിയന്ത്രിക്കാനോ ഒഴിച്ചു നിർത്താനോ EMS പ്രയാസമുണ്ടായിരുന്നില്ല. EMS ആത്മകഥയെക്കുറിച്ച് ചിലരെങ്കിലും പറയുന്ന ഒരു കാര്യം, അത് ആത്മാവില്ലാത്ത ആത്മകഥയാണ് എന്നൊരു വിമർശനം അതേക്കുറിച്ച് ആ കാലത്തുണ്ടായിരുന്നു. കാരണം വ്യക്തിപരമോ വൈകാരികമായ അംശങ്ങളൊന്നും കാര്യമായി പ്രതിപാദിക്കാതെ തൻ്റെ ജനനം, അക്കാലത്തെ സാമൂഹ്യ സ്ഥിതി, നവോത്ഥാന ശ്രമങ്ങൾ, അതിൻ്റെ പരിവർത്തനങ്ങൾ, അതിലുള്ള തൻ്റെ ചെറുതും വലുതുമായ പങ്ക്, ഇങ്ങനെ പോകുന്ന ഒന്നാണ്. സാധാരണ ഒരു ആത്മകഥയിൽ കാണുന്നത് പോലെ ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു വ്യക്തി ജീവിതത്തിന്റെ അവതരണത്തിനൊന്നും EMS ആ കൃതിയിൽ മുതിരുന്നില്ല. അത് സാന്ദർഭികമായി വന്നൊരു കാര്യമല്ല. താനെന്ന വ്യക്തി, മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആൻ എൻസംബിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ്, സാമൂഹിക ബന്ധങ്ങളുടെ ആകമാനമുള്ള ഒരു ആകത്തുകയിലാണ് താൻ നിലനിൽക്കുന്നത്, അല്ലാതെ തൻ്റെ വൈയക്തിക പ്രതിഭയുടെ ഒരാവിഷ്കാരമല്ല എന്ന ഒരു കരുതൽ കൂടി അദ്ദേഹത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടാവും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയിരുന്ന ഒരു എഴുത്തുകാരനാണ് സഖാവ് EMS. ഫ്രണ്ട് ലൈനിൽ അദ്ദേഹം എഴുതിയിരുന്ന കോളത്തിന് അക്കാലത്ത് ഒരു കോളത്തിന് 5000 രൂപ ഫ്രണ്ട് ലൈൻ കൊടുക്കുമായിരുന്നു. ആ പണം അദ്ദേഹം AKG സെന്ററിലേക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അങ്ങനെ തൻ്റെ ബൗദ്ധിക പ്രതിഭ തന്നെ തൻ്റേത് മാത്രമല്ല എന്ന് കരുതുന്ന പ്രസ്ഥാനവുമായുള്ള താദാത്മ്യത്തിന്റെ സമ്പൂർണമായൊരു മാതൃക EMS ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതേസമയം തന്നെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിന്റെ താല്പര്യങ്ങളെക്കാളൊക്കെ എത്രയോ വിപുലമായ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ മലയാള വ്യാകരണത്തിന്റെ ഘടന മുതൽ ആഗോള രാഷ്ട്രീയം വരെ, കേരളത്തിന്റെ മധ്യകാല ചരിത്രം മുതൽ ലോകത്തിന്റെ സമകാലിക ചരിത്രം വരെ, മാർക്സിസ്റ്റ് ചിന്തയുടെ സൂക്ഷ്മാംശങ്ങൾ മുതൽ ഇന്ത്യൻ തത്വചിന്താ പാരമ്പര്യം വരെ സഞ്ചരിക്കാൻ കഴിയുന്ന അതിവിപുലമായൊരു ധൈഷണിക തലവും EMS ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് കേരളത്തിൽ കാണാം. മറ്റൊരു പേര് കേദാമോദരൻ്റെതാണ് നിശ്ചയമായിട്ടും. രൂപയെക്കുറിച്ച്, നാണയ പ്രശ്നത്തെക്കുറിച്ച്, ധനതത്വശാസ്ത്രത്തെക്കുറിച്ച്, ഭാരതീയ ചിന്തയെക്കുറിച്ച്, ഇന്ത്യയുടെ ആത്മാവിനെ കുറിച്ച്, ധാർമ്മികത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ രാഷ്ട്രീയമായുള്ളടക്കത്തെ കുറിച്ച് വരെ
അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 965 ദാമോദരൻ എഴുതിയ ധാർമ്മിക മൂല്യങ്ങൾ എന്ന കൃതി വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്താമണ്ഡലത്തിൽ അത്ര കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കൃതിയാണത്. വാസ്തവത്തിൽ എത്തിക്കൽ കൺസേൺ എന്ന് പറയുന്നത് മാർക്സിസത്തിന് ഇല്ല എന്നത് പിൽക്കാലത്ത് മാർക്സിസത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാന വിമർശനങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരു വിമർശനം നിലനിൽക്കുന്ന രൂപപ്പെടുന്നതിനു മുമ്പ് തന്നെ 960കളിൽ തന്നെ ആ ഒരു പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്യുന്ന ഒരു ധൈഷണിക വ്യാപ്തി അക്കാലത്തെ മാർക്സിസ്റ്റ് ചിന്തയുടെ പ്രധാന പ്രതിനിധികളിൽ ഒരാളായ ദാമോദരനിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ സംബന്ധിക്കുന്ന യാതൊന്നും തനിക്ക് അന്യമല്ല എന്ന് പറയുന്ന മാർക്സിന്റെ യഥാർത്ഥമായ ഒരു തുടർച്ചയെ EMSന്റെ ജീവിതത്തിൽ, പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. EMSന്റെ ചിന്താജീവിതവുമായി ബന്ധപ്പെട്ട 2-3 സവിശേഷ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്മാരക പ്രഭാഷണം അവസാനിപ്പിക്കാം. എത്രയെങ്കിലും വിശദീകരിക്കാവുന്ന, എത്രയെങ്കിലും നമ്മുടെ കാലത്തോട് ചേർത്ത് വെച്ച് ആലോചിക്കാവുന്ന ആശയങ്ങളുടെ, ഇടപെടലുകളുടെ സുദീർഘമായൊരു ചരിത്രമാണ് EMSന്റേത്. അത് ശരികളുടേത് മാത്രമല്ല, തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ പ്രയാസമൊന്നുമില്ലാതിരുന്ന ആള് കൂടിയാണ് EMS. ഇപ്പൊ ഒരു സന്ദർഭം, മാർക്സിസവും മലയാള സാഹിത്യവും എന്ന കൃതിയുടെ ആമുഖത്തിൽ കേരളത്തിന്റെ ചിന്താജീവിതത്തിലെ ഏറ്റവും ആധുനികമായ, കേരളത്തിന്റെ സാഹിത്യ വിചാരത്തിൽ ഭൗതികമായൊരു വീക്ഷണം ഉറപ്പിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത കേസരി ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് ഒരു സവിശേഷ ഘട്ടത്തിൽ താൻ നടത്തിയ വിമർശനം തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 940കളുടെ അവസാനം EMS കേസരിക്കെതിരെ അതിനിശിതമായൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വളരെ പരുഷമായ വാക്കുകളിലാണ് അദ്ദേഹം ആ വിമർശനം അന്ന് അവതരിപ്പിച്ചത്. അങ്ങനെ താൻ അവതരിപ്പിച്ച ആ വിമർശനത്തിന്റെ ഉള്ളടക്കം, അതിൽ താൻ പ്രയോഗിച്ച പദാവലികളെ ചൊല്ലി താൻ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് തന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതാനും അദ്ദേഹത്തിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ 940കളുടെ അവസാനം ചങ്ങമ്പുഴ കവിത കേരളത്തിൽ നിലനിൽക്കുന്നത് 30കളിൽ രൂപപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ഉളവാക്കിയ വിഷാദാത്മകതയുടെ പശ്ചാത്തലത്തിലാണ്. ആ വിഷാദഭാവം പിൻവാങ്ങുന്നതോടെ ചങ്ങമ്പുഴയുടെ സ്വാധീനം മലയാളത്തിൽ നിന്ന് പിൻവാങ്ങും. കേസരിയെ പോലുള്ള ബൂർഷ്വാ പണ്ഡിതന്മാർക്ക് അത് കാണാൻ കഴിയുന്നില്ല എന്ന നിലയിൽ വളരെ വിമർശനാത്മകമായി അദ്ദേഹം ഒളിവിൽ കഴിയുന്ന കാലത്ത് മറ്റൊരു പേരിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. 48ലാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. എന്നാൽ 980കളുടെ പകുതിയില് അദ്ദേഹം എഴുതിയ മറ്റൊരു ലേഖനത്തിന്റെ ശീർഷകം തന്നെ എഴുത്തച്ഛൻ ആശാൻ ചങ്ങമ്പുഴ എന്നാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, മലയാള ഭാഷ സൃഷ്ടിച്ച ഏറ്റവും വിപ്ലവ പാരമ്പര്യമുള്ള 3 കവികൾ, ഒന്ന് എഴുത്തച്ഛനും മറ്റൊന്ന് ആശാനും മൂന്നാമതൊരാൾ ചങ്ങമ്പുഴയുമാണ് എന്നാണ്. അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞത്, മറ്റ് 2 പേരിൽ നിന്നും ചങ്ങമ്പുഴയ്ക്കുള്ള മൗലികമായ വ്യത്യാസം, എഴുത്തച്ഛനിലും ആശാനിലും ആശയപരമായി എത്ര വിപ്ലവാത്മകതയുണ്ടെങ്കിലും അവരുടെ ഭാഷയും സാഹിത്യ സങ്കല്പവും പദകോശവുമൊക്കെ സംസ്കൃതബദ്ധമായ പാരമ്പര്യത്തിന്റെ വഴികളിൽ നിന്ന് ഉടലെടുത്തതാണ്. എന്നാൽ ചങ്ങമ്പുഴയാകട്ടെ പാരമ്പര്യത്തിന്റെ ഈ വഴികൾക്കപ്പുറം കടന്ന് നാടോടിയായ ഈണങ്ങളിൽ നിന്ന്, നാട്ടുഭാഷയിൽ നിന്ന്, ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭാഷയും താളവും കണ്ടെത്തുകയും അതിനെ മലയാളത്തിന്റെ പുതിയ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞ് തൻ്റെ തന്നെ നിരീക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് തൻ്റെ ആശയത്തെ വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു മാർക്സിസ്റ്റിന്റെ യഥാർത്ഥമായ ഒരു വിശകലന രീതിയാണ്. 1850കളിൽ റെയിൽവേയുടെ വരവോടെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയ്ക്ക് വലിയ തകർച്ച നേരിടുമെന്നും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ റെയിൽവേയുടെ വരവ് ഇല്ലാതാക്കുമെന്നും മാർക്സ് എഴുതുന്നുണ്ട്. എന്നാൽ 1870കളിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ റെയിൽവേയുടെ വരവിനെ കുറിച്ച് താൻ വച്ചു പുലർത്തിയ പ്രത്യാശ അസ്ഥാനത്തായിരുന്നുവെന്നും അത് തെറ്റായൊരു നിരീക്ഷണമായിരുന്നുവെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തന്നെ നവീകരിക്കാനും തന്നെ തിരുത്താനും പുതിയ ഉൾക്കാഴ്ചകളെ സ്വാംശീകരിക്കാനും അതിലൂടെ മുന്നോട്ടു പോകാനും ഒക്കെ കഴിയുക എന്നത് വാസ്തവത്തിൽ മാർക്സിസ്റ്റ് ചിന്തയുടെ മൗലികമായ ഒരടിത്തറയാണ്. മാർക്സിസം
എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി അതിനെ സംഗ്രഹിച്ച ഒരു വിശദീകരണം ലെനിൻ്റെതാണ്. വളരെ പ്രസിദ്ധമായ വിശദീകരണമാണ് സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനമാണ്. സമൂർത്തമായ സാഹചര്യങ്ങൾ, ഒരു യാഥാർത്ഥ്യം നിലവിൽ വരുന്നത് ഏകമുഖമായ ഒരു പ്രവണത എന്ന നിലയ്ക്കല്ല, എത്രയെങ്കിലും ബലങ്ങൾ, പ്രഭാവങ്ങൾ പരസ്പരം കൂടിക്കലർന്ന് അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ വൈരുദ്ധ്യപൂർണമായ കൂടിക്കലരലുകളുടെ ആകത്തുകയിലാണ് യാഥാർത്ഥ്യം. അതൊരു വ്യക്തിപ്രതിഭയാകട്ടെ, ഒരു സാഹിത്യ പ്രവണതയാകട്ടെ, ഒരു ചരിത്ര സന്ദർഭമാകട്ടെ, എന്തും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വൈരുദ്ധ്യ നിർഭരമാണ്. ഈ വൈരുദ്ധ്യത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിലേതേത് ഘടകങ്ങളാണ് ഓരോ സന്ദർഭത്തിലും സവിശേഷമായി പ്രവർത്തിക്കുന്നത്, അതുവഴി ആ യാഥാർത്ഥ്യത്തിന്റെ പ്രകൃതം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് അഴിച്ച് പരിശോധിച്ചുകൊണ്ടാണ് ഒരു വിഷയത്തെ മാർക്സിസ്റ്റ് വിശകലനത്തിന് വിധേയമാക്കാൻ പറ്റുക. അല്ലാതെ മുൻകൂറായി സൃഷ്ടിക്കപ്പെട്ട ഒരു ചട്ടക്കൂടിലേക്ക് ആശയങ്ങളെ കുത്തിക്കടത്തുകയല്ല. അങ്ങനെ മുൻകൂറായി സൃഷ്ടിക്കപ്പെട്ട ഏതോ ചട്ടക്കൂട്ടിലേക്ക് ആശയങ്ങളെ കുത്തിക്കടത്തി അത് മാർക്സിസ്റ്റ് വിശകലനമാണ് എന്ന് പറയാൻ മാർക്സ് തയ്യാറായിട്ടില്ല. ലെനിൻ അതുകൊണ്ടാണ് മൂർത്ത സാഹചര്യങ്ങളുടെ മൂർത്ത വിശകലനം എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സവിശേഷ ചരിത്രഘട്ടത്തിലുണ്ടായിരുന്ന ബലങ്ങളുടെ ചേർച്ചകളും വൈരുദ്ധ്യത്തിന്റെ സ്വഭാവവും അടുത്തൊരു ഘട്ടത്തിൽ അതേപടി ആവർത്തിച്ചു എന്ന് വരില്ല. നിശ്ചയമായും മാറി വരുന്ന ഈ യാഥാർത്ഥ്യത്തെ നോക്കിക്കാണാനും അതിനനുസരിച്ച് വിശകലനങ്ങളിൽ നവീകരണം വരുത്താനും ഒരു മാർക്സിസ്റ്റിന് കഴിയേണ്ടതുണ്ട്. ആ നിലയിലുള്ള വലിയ ഉൾക്കാഴ്ച ലോകത്തെ സുപ്രധാന മാർക്സിസ്റ്റ് ചിന്തകരൊക്കെ വച്ചു പുലർത്തിയിട്ടുണ്ട്. EMS നമുക്കത് എത്രയെങ്കിലും കാണാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഭാഷാഭൂഷണി പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ പലതരം പുനരാലോചനകളിലും ഇപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കേരളം മലയാളികളുടെ മാതൃഭൂമിയുടെ ആമുഖങ്ങൾ നോക്കിയാൽ പണ്ടെഴുതിയ ഒരു പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അത് അതേപടി പുനഃപ്രസിദ്ധീകരിക്കുകയല്ല EMS ചെയ്യുന്നത്. മറിച്ച് അതേക്കുറിച്ച് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, അതിനെതിരെ ഉയർന്നു വന്ന വാദഗതികൾ, അവയെ പരിശോധിച്ച് എളംകുളത്തെയും മുണ്ടശ്ശേരിയെയും ഒക്കെ പോലുള്ള അന്നത്തെ പ്രധാനപ്പെട്ട ചിന്തകർ ഉയർത്തിയ ഓരോ വിമർശനങ്ങളോടും പ്രതികരിച്ച് തന്റെ തന്നെ ആശയങ്ങളെ നവീകരിച്ചും അവരുടെ ആശയങ്ങളെ വിമർശനാത്മകമായി മറികടന്നുമൊക്കെയാണ് അദ്ദേഹം ഓരോ ആമുഖവും എഴുതുന്നത്. അതല്ലാതെ 48 എഴുതിയ പുസ്തകം 98 അതേപടി അച്ചടിക്കുകയല്ല. അതിൽ വരുത്തേണ്ട തിരുത്തലുകൾ, ചിലപ്പോൾ ഈ പുനരാലോചനകൾ ആകെ ചേർത്ത് മറ്റൊരു പുസ്തകം തന്നെയായി തീരും. കേരളം ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള പുസ്തകം നോക്കിയാൽ ഒരു നിലയ്ക്ക് അത് കേരളം മലയാളികളുടെ മാതൃഭൂമിയുടെ തുടർച്ചയാണ്. അതേസമയം തന്നെ അതിൽ ധാരാളം നവീകരണവുമുണ്ട്. അല്ലാതെ ആശയങ്ങൾ നിലവിൽ വന്നാൽ ഇങ്ങനെ സ്തബ്ധമായി നിൽക്കുന്ന, ഒരു കാലത്തും മാറ്റമില്ലാതെ എപ്പോഴും ഇങ്ങനെ ഉദ്ധരിച്ച് സത്യപ്രമാണങ്ങളാക്കി മാറ്റേണ്ട ഒന്നല്ലെന്നും അവയെ നവീകരിക്കേണ്ടതാണെന്നുമുള്ള ഒരു ചലനാത്മകതയുടെ ബോധ്യം EMS തൻ്റെ ദൈക്ഷണിക ജീവിതത്തെ സംബന്ധിച്ച് വച്ചു പുലർത്തിയിരുന്നു. ഇത് EMSന്റെ മാർക്സിസ്റ്റ് വിശകലന രീതിയുടെ വളരെ സവിശേഷമായ ഒരു സ്വഭാവമാണ്. അതുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് പിണറായി സഖാവ് അത് സാന്ദർഭികമായി പറയുകയുണ്ടായി. ഒന്ന്, മലബാർ കലാപത്തെ കുറിച്ചുള്ള വിലയിരുത്തലാണ്. മലബാർ കലാപം 1921 അരങ്ങേറിയതിനു ശേഷം ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം അതേക്കുറിച്ചുണ്ടായിരുന്ന ഔപചാരിക ധാരണ ഇത് മതഭ്രാന്തരായ മാപ്പിളമാരുടെ ലഹളയാണ് എന്നാണ്. മാപ്പിള ലഹള എന്നായിരുന്നു അതിന്റെ പേര്. ആ വാദഗതി രൂപപ്പെടുത്തിയത് 2 കൂട്ടരുമാണ്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസും ഗാന്ധിജിയും ഒക്കെ മലബാർ കലാപത്തിന്റെ പിന്നിലെ ഖിലാഫത്തിനെ പിന്തുണച്ചിരുന്നെങ്കിലും മലബാർ കലാപം ഒരു ഘട്ടം പിന്നിട്ടതോടെ ഇതിനെ ലഹളയായി മുദ്രകുത്തുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വീക്ഷണത്തെ അതേപടി അംഗീകരിച്ചുകൊണ്ട് ഹിച്ച്കോക്കിനെ പോലുള്ള ബ്രിട്ടീഷ് സായിപ്പന്മാരെ ഉണ്ടാക്കിയ വാദഗതികളെ ഫനാറ്റിസിസം, മതഭ്രാന്ത് എന്ന യുക്തിയിലേക്ക് ഇതിനെ ചേർത്ത് വെച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. അക്കാലത്തെ വലിയ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ വാദങ്ങൾ ആവർത്തിക്കുന്നത് നമുക്ക് അവരുടെ ഓർമ്മക്കുറിപ്പുകളൊക്കെ വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. മൊഴികുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മാത്രമാണ് ഒരർത്ഥത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് അക്കാലത്ത് സ്വീകരിച്ചത്. മറ്റുള്ളവരൊക്കെ തന്നെ ഇതിനെ മാപ്പിള ലഹള എന്ന നിലയിലേക്ക് നിരസിക്കുകയാണ് ചെയ്തത്. ഗാന്ധി തന്നെയും അങ്ങനെ ഒരു നിലപാടിലെത്തി. എന്നാൽ 1942 EMS
ഒരു ചെറിയ ഗ്രന്ഥം എഴുതുന്നുണ്ട്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഓഫ് മലബാർ എന്ന പേരിൽ എഴുതിയ ആ കൃതിയിലാണ് EMS ഇതിന്റെ വൈരുദ്ധ്യാത്മകമായ ഉള്ളടക്കത്തെ ആദ്യം സൂചിപ്പിക്കുന്നത്. അത് നിശ്ചയമായും മതപരമായ അംശങ്ങളുള്ള മതലഹളയുടെ സ്വഭാവം പുറത്തു കാണിച്ച ഒന്നായിരുന്നു എങ്കിലും ആ മതലഹളയിലേക്ക് ആ കലാപത്തെ കൊണ്ടുവന്നത് വാസ്തവത്തിൽ മതപരമായ പ്രേരണകളെക്കാൾ അതിൻ്റെ പിന്നിലെ ഭൗതികമായ കാർഷികമായ പ്രശ്നങ്ങളായിരുന്നു എന്ന കാര്യം EMS അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വേറൊരു നിലയിൽ ഈ കാര്യം വളരെ മുമ്പ് വില്യം ലോഗൻ പറയുന്നുണ്ട്. വില്യം ലോഗന്റെ മലബാർ മാനുവൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വില്യം ലോഗൻ 1830 മുതല് മലബാറിൽ പലയിടങ്ങളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ലഹളകൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രശ്നം ബ്രിട്ടീഷ് അധികാരികൾ മലബാറിലെ ഭൂനിയമത്തിൽ ഉണ്ടാക്കിയ മാറ്റമാണ് എന്ന് അന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മലബാറിലെ ഭൂനിയമത്തിൽ ഔപചാരികമായ ഉടമാവകാശത്തിനപ്പുറം നിയമപരമായ ഉടമാവകാശം ഭൂമിക്ക് മേലില്ലാതിരുന്ന ജന്മിമാർക്ക് യൂറോപ്യൻ ഫ്യൂഡലിസത്തിന്റെ മാതൃകയിൽ നിയമപരമായ ഭൂ ഉടമസ്ഥത നൽകിയതോടെയാണ് ഒഴിപ്പിക്കലുകളും മേൽച്ചാർത്തുകളും ഒക്കെയായി കുടിയാന്മാരെ സമ്പൂർണമായ അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതെന്നും ഇതാണ് മലബാറിലെ പൊട്ടിത്തെറികൾക്ക് കാരണമെന്നും അതുകൊണ്ട് കലാപം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ഭൂനിയമം തിരുത്തുകയാണ് വേണ്ടത് എന്നും അദ്ദേഹം തന്റെ മേലധികാരികൾക്ക് അവരെ അറിയിക്കുന്നുണ്ട്. അതന്ന് സ്വീകരിക്കപ്പെട്ടൊന്നുമില്ല. പക്ഷെ EMS അതുമാത്രമല്ല ചെയ്തത്. EMS ഇതിനെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡയലക്റ്റിക്കൽ എന്ന് വിളിക്കാവുന്ന വൈരുദ്ധ്യാത്മകമായ ഒരു വിശദീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഭൗതിക ആധാരം എന്താണ്, ഈ കലാപത്തിന്റെ ഭൗതിക ആധാരം എന്താണ് എന്നൊരു ഭാഗത്തും, പക്ഷേ ഈ ഭൗതിക ആധാരത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഏത് നിലയിലാണ് പ്രകാശിതമായത് എന്ന് മറ്റൊരു ഭാഗത്തും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് 1946 ആഹ്വാനവും താക്കീതും എന്ന നിലയിൽ സാമ്രാജ്യവിരുദ്ധമായ ഒരു കാർഷിക മുന്നേറ്റം അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ ആ കാർഷിക മുന്നേറ്റം ഒരു മതപരമായ പ്രത്യയശാസ്ത്രത്തിനകത്താണ് സമാഹരിക്കപ്പെട്ടത്, ആവിഷ്കരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടറ്റങ്ങളെയും കൂട്ടിയിണക്കുന്ന, അതായത് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഏകമുഖമായൊരു ശരി മാത്രമോ ഏകമുഖമായൊരു തെറ്റു മാത്രമോ ആയിട്ടല്ല, ഇവയൊക്കെ തമ്മിലുള്ള സങ്കീർണമായ വിനിമയങ്ങളായിട്ടാണ് നിലവിൽ വരിക എന്നതിൻ്റെ വളരെ മനോഹരമായ ഒരു വിശദീകരണമായിരുന്നു അത്. വാസ്തവത്തിൽ മലബാർ കലാപത്തെക്കുറിച്ച് പിൽക്കാലത്തുണ്ടായ ചെറുതും വലുതുമായ എല്ലാ പഠനങ്ങളും, അത് പണിക്കർ മാഷിന്റെ അതിഗംഭീരമായ എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള പഠനമാകാം, കോൺറാഡ് വുഡിന്റെ മലബാർ കലാപത്തെക്കുറിച്ചുള്ള പഠനമാകാം, ഇതെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അടിസ്ഥാന പ്രമേയം ആഹ്വാനവും താക്കീതും ഒരു ഭാഗത്ത് അതിലടങ്ങിയിട്ടുള്ള കാർഷിക ബന്ധങ്ങളുടെ തലം, മറുഭാഗത്ത് ഈ കലാപത്തെ പ്രത്യയശാസ്ത്രപരമായി കൂട്ടിയിണക്കുന്ന മതബോധത്തിന്റെ തലം, ഇവ തമ്മിലുള്ള വൈരുദ്ധ്യാത്മക വിനിമയത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നാണ് പിൽക്കാലത്ത് വിശദീകരിക്കപ്പെട്ടത്. ഈ ബേസിക് പ്രിമൈസ് രൂപപ്പെടുത്തുന്നത് 42 EMS ആണ്. അത് ലേഖനായിട്ട് എഴുതി, അത് ദേശാഭിമാനി അടച്ചു കൂട്ടുന്ന സ്ഥിതിയിലേക്ക് വന്നു. അങ്ങനെയുള്ള ചരിത്രമെല്ലാം നമുക്കറിയാം. ഞാൻ പറഞ്ഞത്, ഒരു വിഷയത്തിന്റെ കാതലിലേക്ക് നോക്കുമ്പോൾ ആ വിഷയത്തെ സത്താപരമായി ശാശ്വതമായി കാണുന്നതിന് പകരം വൈരുദ്ധ്യാത്മകമായി കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത് വളരെ പ്രധാനമാണ്. കാരണം വൈരുദ്ധ്യാത്മകതയുടെ സ്ഥാനത്ത് ഏതാണ്ട് കേവല യുക്തിവാദവും യാന്ത്രികമായ വിഷയവിശദീകരണങ്ങളും, ഫേസ്ബുക്ക് സാഹിത്യമാണ് പരമാവധി സിദ്ധാന്തം എന്ന് കരുതുന്ന 10,000-കണക്കിന് ആളുകൾ ഇടതുപക്ഷക്കാരായി തന്നെയുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഫേസ്ബുക്കിൽ 13 വരി എഴുതി കഴിയുമ്പോൾ സിദ്ധാന്തം ഭദ്രമായി എന്ന് കരുതി ബാക്കിയുള്ളവരെ മുഴുവൻ പൊലഭ്യം പറയാൻ ചാടിപ്പുറപ്പെടുന്ന ഒരു യുക്തി നമ്മുടെ ഇടയിലും ഒക്കെ ശക്തമാകുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, ബൗദ്ധികമായ ആലോചനകളെ കൈയൊഴിയാനുള്ള ഈ ശ്രമം ഒന്നാം തരം ഫാസിസ്റ്റ് യുക്തിയാണ്. ഫാഷിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ബൗദ്ധിക വിരുദ്ധതയാണ്. നോക്കൂ, യാഥാർത്ഥ്യം എന്നത് കറുപ്പും വെളുപ്പും പോലെ ഒറ്റ നോട്ടത്തിൽ തെളിഞ്ഞു കിട്ടുന്ന വളരെ എംപിരിക്കലായ, നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന ഒന്ന് മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്ന് ധരിക്കുന്നത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാം,
മലയാളം കൂട്ടി വായിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് മലയാളത്തിൽ വരുന്ന എന്തും എനിക്ക് മനസ്സിലാവും എന്നൊരാൾ കരുതുന്നത് ഒട്ടുമേ ശരിയല്ല. അതിനൊരു ടെസ്റ്റ് ഡോസ് ഞാൻ പറയാം. മൂലധനത്തിന്റെ 1-ാമത്തെ അധ്യായം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശ്രമിച്ചു നോക്കിയാൽ മതി. ആ 1-ാമത്തെ അധ്യായം എഴുതി കഴിഞ്ഞ് എംഗൽസിന് മാർസ് അയച്ചു കൊടുത്തു. അപ്പൊ എംഗൽസ് മാർസിന് എഴുതിയ കത്തിൽ ചോദിക്കുന്നത് ഇത് ആര് വായിക്കുന്നു കരുതിയിട്ടാണ് ഇയാൾ എഴുതണത് എന്നാണ് എംഗൽസ് ചോദിച്ച ചോദ്യ. അപ്പൊ മാർസ് പറഞ്ഞു ഞാനിതൊക്കെ തിരുത്താന്ന് പറഞ്ഞു. ഒന്നും തിരുത്തിയില്ല കേട്ടോ. 5-6 അക്ഷരത്തെറ്റ് തിരുത്തി, ചില ശൈലിയൊക്കെ തിരുത്തി എന്നല്ലാതെ ഒന്നും തിരുത്തിയില്ല. എന്നിട്ട് മാർസ് പറയുന്നത് പുതിയൊരാശയത്തിന്റെ അവതരണം വളരെ പ്രയാസകരമാണ്. മാർസ് തിരുത്തിയില്ല. മൂലധനത്തിലെ 3 വാള്യങ്ങളും 4-ാം വാള്യം എന്ന് പറയുന്ന തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂവും ആകമാനം നിങ്ങൾ വായിച്ചോളൂ. അതിലെ ടഫസ്റ്റ് ചാപ്റ്റർ, ഏറ്റവും കഠിനമായ അധ്യായം 1-ാമത്തെ അധ്യായം. വാസ്തവത്തിൽ നമ്മളൊരു കൃതിയിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. 1-ാമത്തെ അധ്യായം തന്നെ മനുഷ്യരെ ആകമാനം പുറത്താക്കുന്ന മട്ടിൽ എഴുതിയിട്ട് ബാക്കി ഒരുവിധപ്പെട്ട ആളൊന്നും പിന്നീട് ഒരു പേജും വായിക്കൂല. ആ നിലയിലാണ് 1-ാമത്തെ അധ്യായം. പക്ഷെ മാർക്സ് കരുതിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്തത്തിന്റെ കാതലായി നിലകൊള്ളുന്ന ചരക്ക് എന്ന് പറയുന്ന കാറ്റഗറിയെ, ആ കൺസെപ്റ്റിനെ സമൂലമായി അഴിച്ചു കാണിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുതലാളിത്തത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ ഹൃദയം എന്താണ്, ആ ഹൃദയത്തിൽ അടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ എന്താണ്, ആ വൈരുദ്ധ്യത്തെ വിശദീകരിക്കലാണ് പൊളിറ്റിക്കൽ എക്കോണമിയുടെ ദൗത്യം. അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മുതലാളിത്തത്തിൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന കുറെ ഫാക്ടറി ഉടമകള്, കുറെ തൊഴിലാളികള്, തൊഴിലാളികളുടെ യാതന, മുതലാളിമാരുടെ സമ്പന്ന ജീവിതം, ഇങ്ങനെ എംപെരിക്കലായി അനുഭവനിഷ്ഠമായി പുറമേക്ക് കാണുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയലൊന്നുമല്ല. ഫേബിയൻ സോഷ്യലിസ്റ്റുകൾ അത് നന്നായി ചെയ്തിരുന്നു, അക്കാലത്തെ ലിബറലുകൾ നന്നായി ചെയ്തിരുന്നു. മാർക്സ് അതൊന്നും ചെയ്യുന്നില്ല. മറിച്ച് അങ്ങനെ പുറമേക്ക് നമുക്ക് അനുഭവനിഷ്ഠമായി ലഭിക്കുന്ന വസ്തുതകളിൽ ആവർത്തിച്ച് പറയുന്നതിന് പകരം അതിൻ്റെ കാതലിനെ പോയി തൊടലാണ്. ഈ കാതലിനെ പോയി തൊടാനുള്ള കെൽപ്പാണ് വാസ്തവത്തിൽ വൈരുദ്ധ്യാത്മക വിചിന്തനം നമുക്ക് നൽകുന്നത്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഗൗരവപൂർണമായ വൈരുദ്ധ്യാത്മക വിചിന്തനത്തിന്റെ ധൈഷണിക ബലത്തിന്റെ ഉള്ളടക്കം ചോർത്തിക്കളയാനുള്ള അത്യാസൂത്രിതമായ ശ്രമമാണ് നിയോ ലിബറൽ മൂലധന ശക്തികളും ഫാസിസ്റ്റുകളും ചേർന്ന് കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി ഇന്ത്യയിൽ ഉടനീളം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മിൽ തന്നെ അതിൻ്റെ സ്വാധീനം വലിയ തോതിലുണ്ട്. അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാക്കിയില്ലെങ്കിൽ എഴുതിയവൻ കൊള്ളരുതാത്തവനാണെന്ന് നമുക്ക് നല്ല ഉറപ്പാണ്, ഒരു സംശയമില്ല. തത്വചിന്ത വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം തത്വചിന്തയിൽ കയറണമെന്ന് ധരിക്കുന്നതേ ഇല്ല. തത്വചിന്ത വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എഴുതിയവന്റെ തരക്കേടാണ് എന്നതിൽ ഒരു സംശയമില്ലാതിരിക്കും. ഞാൻ പറയണത് ഒരു ഫാസിസ്റ്റ് ടേണാണ്, വലതുപക്ഷ ടേണാണ്. ഇതിനെതിരെയുള്ള വലിയ നീക്കം വാസ്തവത്തിൽ EMS കാണാൻ പറ്റും. ഇപ്പോ ഇവിടെ പരാമർശിച്ച കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. 1940കളിൽ ഭാഷാദേശീയത എന്ന സങ്കല്പത്തെ മുൻനിർത്തി ഭാഷാദേശീയ സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള വാദഗതി ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തീരുമാനിച്ചു. 1930 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഇന്ത്യൻ സമൂഹം എന്നത് വ്യത്യസ്ത ഭാഷാദേശീയ സമൂഹങ്ങളാണെന്നും അതുകൊണ്ടൊരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യക്ക് വേണ്ടതെന്നും അതിൽ ഭാഷാദേശീയതകളാണ് അടിസ്ഥാനമാകേണ്ടത് എന്നും ഒക്കെ ദേശീയ പ്രസ്ഥാനം തീരുമാനിച്ചിരുന്നെങ്കിലും സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ഘട്ടം എത്തുമ്പോഴേക്കും ഇതിൽ നിന്ന് അവര് പല തോതിൽ പിൻവലിയുകയുണ്ടായി. അങ്ങനെ പിൻവലിഞ്ഞ ഘട്ടത്തിലാണ് ഭാഷാദേശീയതകളെ മുൻനിർത്തിയുള്ള സമരമുഖം തുറക്കാം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിക്കുകയും അതിനാധാരമായ വിശദീകരണങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി 3 സവിശേഷ പഠന ഗ്രന്ഥങ്ങൾ ഉണ്ടായി. ബംഗാളിനെ മുൻനിർത്തി ഭവാനി സെൻ നൂതൻ ബംഗാൾ എന്ന കൃതി എഴുതി, ആന്ധ്രയെ മുൻനിർത്തി സുന്ദരയ്യ വിശാലാന്ധ്ര എന്ന കൃതി എഴുതി, കേരളത്തെ മുൻനിർത്തി EMS 46 ആദ്യം 1.25 കോടി മലയാളികളെന്നും പിന്നീട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥവും എഴുതി. വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ട ഒരു ഫാംലെറ്റ് പോലെ എഴുതേണ്ട ഒരു കാര്യമേ ഉള്ളൂ. അത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ സ്ലോഗനാണ്.
പക്ഷെ EMS ചെയ്തത് കേരളത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇതുവരെയുള്ള കേരളത്തിന്റെ ചരിത്രം അന്ന് തനിക്ക് ലഭ്യമായ രേഖാശേഖരങ്ങളൊക്കെ പരിശോധിച്ച്, അന്ന് രേഖാശേഖരങ്ങൾ വളരെ ദുർബലാണ്, ഇന്ന് നമുക്ക് ലഭ്യമായ നമ്മുടെ ചെപ്പേടുകളിലും ശാസനങ്ങളിലും 200-ലധികം ഉള്ളതിൽ 10-15 മാത്രമാണ് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് എന്ന് പറയുന്ന സീരീസ് TI ഗോപിനാഥ റാവു പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പൊതുസമൂഹത്തിൽ ലഭ്യമായിരുന്നില്ല. ഒളിവ് ജീവിതം നയിക്കുന്ന EMSന് അതൊന്നും അന്ന് കണ്ട് മനസ്സിലാക്കുക സാധ്യവുമായിരുന്നില്ല. എങ്കിലും താൻ കണ്ടതും താൻ മനസ്സിലാക്കിയതുമായ കൃതികളെ മുൻനിർത്തിക്കൊണ്ട് കേരള ചരിത്രം അക്കാലം വരെ ഭാവന ചെയ്യപ്പെട്ടതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ നിലയിൽ ഉൽപാദന വ്യവസ്ഥാപരമായി കേരളത്തെ നോക്കിക്കാണാനും ഈ ഉൽപാദന വ്യവസ്ഥ കേരളത്തിന്റെ സാമൂഹ്യ അവബോധത്തിൽ എങ്ങനെയൊക്കെയാണ് കൂടിക്കലർന്നു നിൽക്കുന്നത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു ലഘുലേഖയിൽ അവസാനിക്കാവുന്ന ഒരു കാര്യം, 10-15 പുറത്തിൽ അവസാനിക്കാവുന്ന ഒരു കാര്യം 250-300 പേജുള്ള പുസ്തകമായി അദ്ദേഹം വികസിപ്പിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 75 കൊല്ലത്തിലധികമായി കേരളത്തിൽ ചരിത്രത്തെ മുൻനിർത്തുന്ന മാർക്സിസ്റ്റ് വിചിന്തനത്തിന്റെ അടിസ്ഥാനമായിട്ട് അത് മാറി. ഇന്ന് കേരള ചരിത്ര ചർച്ചയിൽ ഇടപെടുന്ന ഒരാൾക്ക് കേരള ചരിത്രത്തിലെ മാർക്സിസ്റ്റ് പ്രയോഗത്തിന്റെ ആദ്യത്തെ ഉത്തമ മാതൃകയായി, അതിൽ ധാരാളം പരിമിതികളൊക്കെ ഉണ്ടാവും, പക്ഷെ ആ പരിമിതികളെയൊക്കെ മറികടക്കുന്ന മട്ടിൽ മെത്തഡോളജിക്കലായ ഒരു മാർക്സിസ്റ്റ് ആപ്ലിക്കേഷൻ കേരള ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ EMSന്റെ ഇടപെടലിന് കഴിഞ്ഞു. ഞാൻ ഇതാ പറഞ്ഞത്, ഒരു സന്ദർഭത്തെ വെറുതെ ഒരു വൈജ്ഞാനിക വിഷയമാക്കി മാറ്റാതെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സന്ദർഭത്തെ ഒരു സമൂഹത്തിന്റെ അവബോധത്തെ തന്നെ മറികടക്കാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷനായി, ഒരു ഇന്റലക്ച്വൽ എൻഗേജ്മെന്റിനെ മാറ്റിത്തീർക്കുക, ധൈഷണിക അന്വേഷണങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും തമ്മിലുള്ള അകലത്തെ പരിഹരിച്ച് ധൈഷണിക അന്വേഷണത്തെ തന്നെ രാഷ്ട്രീയമായ വലിയ ഇടപെടലാക്കി മാറ്റുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു കേരളത്തിൽ ആ പുസ്തകം. ആ പുസ്തകത്തിൽ EMS മുമ്പോട്ട് വെച്ച വളരെ സവിശേഷമായ ഒരു കാര്യമുണ്ട്. അതിലാണ് അദ്ദേഹം തന്റെ മധ്യകാല കേരളത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സങ്കല്പന അവതരിപ്പിച്ചത്, ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്നത്. വാസ്തവത്തിൽ ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് എന്നൊക്കെ ഗ്രാംഷി പറഞ്ഞതൊന്നും അന്ന് കേരളത്തിൽ എത്തിയിട്ടില്ല. ഗ്രാംഷിയുടെ കൃതികൾ ഇംഗ്ലീഷിൽ തന്നെ വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, മധ്യകാല കേരളത്തെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മധ്യകാല കേരളത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ 3 ഘടകങ്ങളുണ്ട്. സാമൂഹികമായി ജാതി, സാമ്പത്തികമായി ജന്മി, ഭരണപരമായി നാടുവാഴി. ഇവ 3ഉം തമ്മിലുള്ള ഏകോപിതമായ സ്ഥിതിയിലാണ് കേരളീയ സമൂഹം. അതുകൊണ്ട് ഇതിൽ ഒരു ഘടകത്തെ മാത്രം മുൻനിർത്തിയുള്ള വിശകലനങ്ങൾ പര്യാപ്തമാകില്ല. ജാതിബന്ധങ്ങളെ ജന്മിത്വം പിന്തുണയ്ക്കുന്നുണ്ട്, ജന്മിത്വത്തെ നാടുവാഴിത്വം പിന്തുണയ്ക്കുന്നുണ്ട്, ഇതിനെ രണ്ടിനെയും ജാതിയും പിന്തുണയ്ക്കുന്നുണ്ട്. വാസ്തവത്തിൽ പിൽക്കാല കേരള നവോത്ഥാന ചരിത്രത്തെ അടിസ്ഥാനപരമായി നിർണയിച്ച ഒരു നിരീക്ഷണമായിരുന്നു ഈ ജാതി ജന്മി നാടുവാഴി മേധാവിത്വം എന്ന EMSന്റെ പരികല്പന. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, യൂറോപ്പിൽ നിന്ന് മാർക്സിസം വായിച്ചു കിട്ടിയ പ്രാകൃത കമ്മ്യൂണിസം, അടിമത്തം, നാടുവാഴിത്തം, മുതലാളിത്തം, സോഷ്യലിസം എന്നിങ്ങനെയുള്ള ടീലിയോളജിക്കലായ ലക്ഷ്യവാദപരമായ ഒരു യാന്ത്രിക പദ്ധതി അവതരിപ്പിക്കുകയല്ല, കേരളത്തിന്റെ സമൂഹഘടനയിലേക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് കേരളത്തിലെ ജന്മിത്വം ജാതിബന്ധങ്ങളാൽ പൂരിതമായിരിക്കുന്നത്, കേരളത്തിലെ നാടുവാഴിത്തം ജാതിബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നത്, തിരിച്ച് ജാതി നാടുവാഴ്ത്ത ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നത്. 1977 എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയുടെ ആനുവൽ പതിപ്പില്, വാർഷിക പതിപ്പിൽ എഴുതിയ ഒരു ലേഖനത്തിൽ EMS പറയുന്നുണ്ട്, ജാതി ബന്ധങ്ങളുടെ അടരുകളെ പൊട്ടിക്കാതെ കേരളത്തെ ഒരു ജനാധിപത്യ സമൂഹമാക്കി മാറ്റാൻ പറ്റില്ല. കേരള മലയാളികളുടെ മാതൃഭൂമി സൂക്ഷിച്ചു വായിച്ച അദ്ദേഹം അക്കാര്യം മറ്റൊരു നിലയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ മഹിമയുറ്റതെന്ന് നമ്മൾ കരുതുന്ന കേരളീയ സംസ്കാരത്തിന്റെ വേരുകൾ വാസ്തവത്തിൽ വർണ്ണാശ്രമ ബന്ധങ്ങളിലും ജാതിമർദ്ദനത്തിലും തന്നെയാണ് ഉള്ളത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ അദ്ദേഹം കേരളം ഉണ്ടാക്കിയ കൂടിയാട്ടം പോലെയോ കഥകളി പോലെയോ വേദവിജ്ഞാനങ്ങളുടെയോ ജ്യോതിശാസ്ത്രത്തിന്റെയോ പാരമ്പര്യത്തെ തള്ളിപ്പറയുന്നില്ല. അത് തള്ളിപ്പറഞ്ഞിട്ടല്ല, നിശ്ചയമായിട്ടും ഈ മേഖലയിലൊക്കെ ആണെങ്കിൽ മധ്യകാല ഗണിതം വലിയ തോതിൽ വികസിച്ച പ്രദേശങ്ങളാണിതെല്ലാം. നീലകണ്ഠ സ്വാമിയാജിയെ പോലുള്ള ഗണിതജ്ഞന്മാര് ജീവിച്ച പ്രദേശമാണ് ഈ മലപ്പുറം ജില്ല എന്നൊക്കെ പറയുന്നത്.
അങ്ങനെ വലിയ ഒരു വൈജ്ഞാനിക വികാസം ഉണ്ടെങ്കിലും അതിന്റെ പിന്നാമ്പുറത്ത് ജാതിബന്ധങ്ങളുടെ സങ്കീർണമായ മർദ്ദന വ്യവസ്ഥയുണ്ട്. ഇവയെ തമ്മിൽ കണ്ട് ഇവയെ വിശകലനം ചെയ്യാൻ പര്യാപ്തമായ ഒരു സൈദ്ധാന്തിക സങ്കല്പനം കേരള ചരിത്രത്തെ സംബന്ധിച്ച് അതിന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യത്തിന്റെ വൈരുദ്ധ്യാത്മക പ്രകൃതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു മാതൃകയായിരുന്നു അത്. ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറയാം. ഈ പുസ്തകം നിലവിൽ വന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഐക്യ കേരളം എന്ന ആശയം നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടാണ് തോന്നുക എങ്കിലും വാസ്തവത്തിൽ അന്ന് എല്ലാവർക്കും ഒന്നും സ്വീകാര്യമായിരുന്നില്ല. അന്ന് തിരുവാങ്കൂർ രാജാവ് അതിനെതിരായിരുന്നു. തിരുവാങ്കൂർ രാജാവ് എതിരായിരുന്നു എന്നുള്ളതിൽ പ്രത്യേകിച്ച് പ്രയാസമൊന്നും കാണേണ്ട കാര്യമില്ല. നല്ലത് എന്തിനും എതിര് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് തിരുവാങ്കൂറിലെ രാജാവിനുള്ളത്. പണ്ഡിറ്റ് നെഹ്റു കാണാൻ വന്നപ്പോ പണ്ഡിറ്റ് നെഹ്റുവിന് തിരുവാങ്കൂറിൽ പ്രവേശനാനുമതി കൊടുത്തില്ല. അന്ന് കേസരി പത്രം നടത്തുന്നുണ്ട്. അപ്പൊ കേസരി മോപ്രസംഗം എഴുതി, മിസ്റ്റർ ചിത്ര തിരുനാൾ, നിങ്ങളുടെ കാലമൊക്കെ അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്ന് കേസരി മോപ്രസംഗം എഴുതി. മിസ്റ്റർ ചിത്ര തിരുനാളിന് കേസരി അന്ന് എഴുതുന്നുണ്ട്. അന്ന് പൊന്നു തമ്പുരാൻ തിരുമനസ് കൊണ്ടെന്നാണ് പൊതുവെ എഴുതുക. ഇപ്പോഴും ആ സൂക്കേട് തീർന്നിട്ടില്ല. തിരുവാങ്കൂർ മഹാരാജാവെന്ന് പത്രത്തിൽ കാണും. ഏത് രാജ്യാന്ന് നോക്കിയാലില്ല. മൂപ്പര് ഒരു വാളുമൊക്കെ പിടിച്ച് വടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടെന്ന് തോന്നുന്നു. തിരുവാങ്കൂർ മഹാരാജാവെന്ന് എഴുതും. കേസരി അപ്പം മിസ്റ്റർ ചിത്ര തിരുനാളിന് എഴുതി. ഒരു കൗതുകം പറയാൻ കേട്ടോ, ഈ തിരുവാങ്കൂറിലെ ശ്രീമൂലം തിരുനാളോ മറ്റോ മരിച്ചപ്പോ കേസരി സംസ്കാര ചടങ്ങ് കാണാൻ പോയി. അപ്പൊ സംസ്കാര ചടങ്ങൊക്കെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ കേസരിയുടെ സുഹൃത്തുക്കൾ ചോദിച്ചു, അല്ല, ഈ രാജാവിന് ഇത്രയധികം എതിർക്കുന്ന നിങ്ങൾ എന്തിനാണ് രാജാവിന്റെ ശവസംസ്കാരം കാണാൻ പോയത് എന്ന് ചോദിച്ചു. അപ്പൊ കേസരി പറഞ്ഞു, ഒരു രാജാവെങ്കിലും കത്തിച്ചാമ്പലാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പട്ടിണി കിടന്ന മനുഷ്യനാണ് കേട്ടോ. പരമമായ പട്ടിണിയായിരുന്നു. പറവൂര് ഒന്ന് താമസിച്ചാണ് മരിച്ചത്. ശാരദാ പ്രസ് സ്വന്തം പ്രസ് വിറ്റ് പറവൂർക്ക് പോന്നു ഭാര്യയുടെ വീട്ടിലേക്ക്. പ്രസ് വിറ്റ് ജീവനക്കാർക്കുള്ള ശമ്പള കുടിശ്ശികയൊക്കെ കൊടുത്ത് എല്ലാ കടവും വീട്ടി. അന്ന് രാത്രി ഡയറിയിൽ എഴുതിയ ഒരു വാക്യം, നൗ there remains 50 rupees between me and starvation. എനിക്കും പട്ടിണിക്കും ഇടയിൽ 50 റുപ്യ ഇനി ബാക്കിയുണ്ട്. അതിൻ്റെ കൂടി ബലമാണ് കേട്ടോ ഈ കേരളത്തിൻ്റെത്. ഇതൊക്കെ നമ്മൾ മറന്നുപോകും. ഈ മനുഷ്യർ കിടന്ന പട്ടിണി, അവർ സഹിച്ച ത്യാഗങ്ങൾ. കേസരിയുടെ ഒരു വാക്യം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും വല്ലാത്തൊരു കിടുക്കം വരും മനസ്സിൽ. കേസരി ഡയറിയിൽ എഴുതുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്തു മരവിച്ച ജഡത്തിന്മേലാണ്. അടുത്ത വരി, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചത് കൊണ്ട് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഞാൻ പ്രത്യേകമായി സ്നേഹിച്ചിട്ടില്ല. ഇങ്ങനെ സഹിച്ച മനുഷ്യർ കൂടി വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതത്തിന്റെ പുറകിലുണ്ട് എന്നും മറക്കരുത്. ആ ഓർമ്മയുടെ പേരാണ് ഈ രാഷ്ട്രീയം എന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു സിനിമാ പേരൊന്നുമല്ല. അത് വളരെ ആഴമുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം. ആ രാഷ്ട്രീയ ബോധ്യമാണ് ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു വഴിമാറിപ്പോയതാ. ഈ ഐക്യ കേരളത്തെ തിരുവാങ്കൂർ ഗവൺമെന്റ് രാജാവ് എതിർത്തു. പലരും എതിർത്തു കേട്ടോ, രാജാവ് മാത്രമല്ല. ഇപ്പോ തിരുവാങ്കൂറിൽ പലരും എതിരായിരുന്നു. കാരണം അന്ന് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും പ്രദേശങ്ങളും സാമ്പത്തികമായിട്ട് 3 തട്ടായിട്ട് തിരിച്ചിരുന്നു. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്ന്, സാമ്പത്തിക വളർച്ച വെച്ചിട്ട്. അപ്പൊ തിരുവാങ്കൂർ എ ഗ്രേഡ് ആണ്, മലബാർ സി ഗ്രേഡ് ആണെന്ന്. മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ, ജില്ല. അപ്പൊ എ ഗ്രേഡ് തിരുവാങ്കൂറും സി ഗ്രേഡ് മലബാറും തമ്മിൽ കൂട്ടിച്ചേർത്താൽ മലബാർ എന്നും പിന്നോക്കാവസ്ഥയിൽ കിടക്കും എന്ന് കരുതുന്ന ഒരു നിലപാട് മലബാറിലുണ്ടായിരുന്നു. തിരുവാങ്കൂറിന്റെ സമ്പത്ത് മലബാറിന് കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തിരുവാങ്കൂറിലും ഇതിൽ ധാരാളം എതിരാളികൾ ഉണ്ടായിരുന്നു. പിന്നെ സർ സി പി രാമസ്വാമി ഈരൊക്കെ സ്വതന്ത്ര തിരുവാങ്കൂർ എന്നുള്ള വാദവുമാണ് അന്ന് ഉയർത്തിയത്. അന്ന് ഇതിനെ പിന്തുണച്ചൊരു രാജാവുണ്ട്, അത് കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവ് ഐക്യ കേരളത്തിന് വേണ്ടി തന്റെ മുഴുവൻ സമ്പത്തും അധികാരവും കൈമാറാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും അതിന് വലിയ കയ്യടി കിട്ടി. മാതൃഭൂമി പത്രമൊക്കെ കൊച്ചി രാജാവിനെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് EMS ഒരു ലേഖനം എഴുതി. അത് കൊച്ചി രാജാവിനെ അതികഠിനമായി ആക്രമിക്കുന്ന ഒരു ലേഖനമായിരുന്നു. ആ ലേഖനത്തിന്റെ ശീർഷകം തന്നെ നമ്മെ പേടിപ്പിക്കുന്ന ഒരു ശീർഷകമാണ്, കൊച്ചി രാജാവിന്റെ ഐക്യ കേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ള നാണയം എന്നായിരുന്നു.
EMS ആ ലേഖനത്തിൽ പറഞ്ഞത് എന്താ EMS എതിർക്കുന്നതിന്റെ കാരണം എന്നറിയോ? EMS പറഞ്ഞത്, ഈ ഐക്യകേരള പ്രഖ്യാപനത്തിൽ രാജാവ് പറഞ്ഞത്, ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങളെ നിലനിർത്തുന്നതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതുമായ ഐക്യകേരളം എന്നാണ്. EMS വിമർശനത്തിൽ പറഞ്ഞത്, ഐക്യകേരളം എന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ ചിരപുരാതനമായ കേരളീയ മൂല്യങ്ങൾ എന്ന് കൊച്ചി രാജാവ് പറയുന്ന ജാതിജന്മി നാടുവാഴുത്ത മൂല്യങ്ങൾ മുഴുവൻ നിഷ്കാസനം ചെയ്തതും പരമ്പരാഗതമായ ചേര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളെ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പടുക്കുന്ന ഒരു ആധുനിക രാഷ്ട്രവുമായി ഇത് മാറുമ്പോൾ മാത്രമേ ഐക്യകേരളത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഐക്യകേരളം എന്ന് രാജാവ് പറയുന്നതും ഐക്യകേരളം എന്ന് ഞാൻ പറയുന്നതും ഒന്നല്ല. രാജാവിന്റെ ഐക്യകേരളം വാസ്തവത്തിൽ ഇന്ത്യയിലെ ഭൂപ്രഭുത്വത്തെ തങ്ങൾക്ക് ചുങ്കം പിരിക്കാനുള്ള ഇടനിലപ്പണിക്കാരായി നിലനിർത്തിക്കൊണ്ട് അധികാരം കൈയാളിയ കോളനി അധികാരികളുടെ മാതൃകയിൽ ഐക്യകേരളം എന്ന ആശയത്തിന്റെ മറവിൽ രാജവാഴ്ചാ സങ്കല്പത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും പുനഃസ്ഥാപിക്കാനുള്ള പണിയാണ്. അത് ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന് EMS അന്ന് എഴുതി. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് രാഷ്ട്രീയ ജാഗ്രത, വൈരുദ്ധ്യാത്മക വിചിന്തനം? നമ്മൾ ഇന്നാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, രാജാവ് ഐക്യകേരളത്തെ പിന്തുണച്ചതോടെ നമ്മളെല്ലാം ഐക്യകേരളത്തിന്റെ പിന്തുണക്കാരാവുകയും നമ്മളെല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്യും. ഈ ദൗർബല്യത്തെ EMS ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. പ്രത്യക്ഷതകളെ, പ്രത്യക്ഷ പ്രമാണങ്ങളെ, അനുഭവമാത്രവാദത്തെ, അതിന് വഴങ്ങാതെ വൈരുദ്ധ്യാത്മക വിചിന്തനത്തെ ആവിഷ്കരിച്ച വലിയ ഒരു സന്ദർഭമായിരുന്നു EMSന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഒരു 4-5 പതിറ്റാണ്ട് കാലം മാർക്സിസ്റ്റ് ചിന്തയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ആശയമണ്ഡലത്തെ രൂപപ്പെടുത്താനും ഒരു ജനസമൂഹം ഏറ്റെടുക്കുന്ന ആശയം ഒരു ഭൗതിക ശക്തിയാണ് എന്ന മാർക്സിന്റെ നിരീക്ഷണത്തെ കേരളീയ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരുപക്ഷെ ആ കഴിവ് പിന്നീട് കേരളത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും അതേപടി പിന്തുടർന്നിട്ടുണ്ട് എന്ന് നമുക്കിന്ന് കാണാനും കഴിയില്ല. പലപ്പോഴും നമ്മൾ നിർണായകമായ സന്ദർഭങ്ങളിൽ അതിൻ്റെ ശൂന്യത അനുഭവിക്കുന്നുണ്ട് എന്നാണ് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു കാര്യം പറയാം, സാമൂഹ്യ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന സമയത്ത് നിങ്ങളുടെ ധാർമ്മിക ബലം വളരെ പ്രധാനമാണ് എന്ന് കരുതിയ ഒരാൾ കൂടിയാണ് EMS. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 5000 രൂപ കിട്ടുന്ന അന്നത്തെ ഏറ്റവും വലിയ പ്രതിഫലവും താൻ എഴുതിയ ലേഖനത്തിലാണെങ്കിലും അത് AK സെന്ററിന് കൊടുക്കാനുള്ളതാണ് എന്ന ഒരു വലിയ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് PKR വാര്യരുടെ ആത്മകഥയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് മകനെയും കൊണ്ട് ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ കാണാൻ ക്യൂ നിൽക്കുന്ന EMSനെ കുറിച്ച് PKR വാര്യർ എഴുതുന്നുണ്ട്. തന്നെ പോലെ തന്നെ വില പിടിച്ചവരാണ് മറ്റെല്ലാ മനുഷ്യരും എന്ന കരുതലിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്.